എയർഫോഴ്സിനും ഗവൺമെൻറ് എക്സാംസിനും ഒക്കെ റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഒരു ടൈപ്പ് ചോദ്യമാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സം ഫോർ വിച്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years at the rate of 10% per annum would be 31. സമ്മാണ് അടിക്കാനാണ് ചോദിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് തന്നിട്ടുണ്ട് 31 ആണെന്ന്. 3 year ആണെന്നും പറയുന്നുണ്ട്, 10% പെർ ആനം ആണെന്നും പറയുന്നുണ്ട് റേറ്റ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PRT/100. പി എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T ടൈം പീരീഡ്. അപ്പോൾ നമുക്ക് പി അറിയില്ലല്ലോ, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ പി എന്ന് തന്നെ എഴുതുക. പി ഇൻറ്റു ആർ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. 10/100 ഇക്വേഷൻ ഉള്ളത്, അങ്ങനെ എഴുതി. ഈ ടൈം പീരീഡ് എന്താണ്? 3 year ആണ്. അപ്പോൾ ഇൻറ്റു 3. ഇതെല്ലാം ചെയ്യുമ്പോൾ 3P/10 വരും. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ P ഇൻറ്റു 1 + R/100 ദ ഹോൾ റൈസ് ടു T. ഇതിൽ P പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നെയാണ്. 1 + Rൻ്റെ പകരം എന്തെഴുതാം? ടൈം പീരീഡ് എഴുതാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതാം. 10/100 ദ ഹോൾ റൈസ് ടു T. T എന്താണ്? ടൈം പീരീഡ് 3. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരും? 100 × 1 100, 100 + 10 110/100 ദ ഹോൾ റൈസ് ടു 3. P ഇൻറ്റു 1.1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരിക. പക്ഷേ ഇത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി കൂട്ടിയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഇതിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആവശ്യമില്ല, അത് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ P 1.1 ദ ഹോൾ ക്യൂബ് - P എന്ന് എഴുതുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1.1ൻ്റെ ഹോൾ ക്യൂബ് കണ്ടെത്താം. അപ്പോൾ അതിൻ്റെ ഹോൾ ക്യൂബ് കാണാൻ നമുക്ക് ഡെസിമൽ ഇല്ലാതെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1331 വന്നു. പോയിൻ്റ് എവിടെയാണ്? പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ് വേണം. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ Pനെ കോമൺ ആയിട്ട് എടുക്കാം. P 1.331 - P എന്നാണ്. അപ്പോൾ ഇതിൽ Pനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1.331 - P എന്നാവും, -1 എന്നാവും. നമ്മൾ Pനെ കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ 1.331 - 1 ആവും. ഇത് നമുക്കറിയാം. 1.331 - 1 പറയുമ്പോൾ 0.331 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. നമുക്ക് എത്ര ചുരുക്കാൻ പറ്റണം അത്ര നമ്മൾ ചുരുക്കി എഴുതിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് 31 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് - സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 31. അതായത് 0.331 P - 3P/10 ഈസ് ഈക്വൽ ടു 31. ഇനി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 0.331 P - 3/10 നമുക്ക് 0.3 എന്ന് എഴുതാം. 0.3P ഈസ് ഈക്വൽ ടു 31. ഇനി ഇത് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.031 P ഈസ് ഈക്വൽ ടു 31. P എന്താ? P പ്രിൻസിപ്പൽ എമൗണ്ട്. P ഈസ് ഈക്വൽ ടു എന്താവും? 31/0.031 ആവും. അപ്പോൾ P ഈസ് ഈക്വൽ ടു, ഇത് ക്യാൻസലാക്കി കളയുക. ഇത് ക്യാൻസലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ 0.031 ഇല്ലേ, അതിനെ നമ്മൾ പോയിൻ്റ് ഇല്ലാതെ ആക്കണം. പോയിൻ്റ് ഇല്ലാതെ ആക്കാൻ ഇവിടെ പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റാണ്. അപ്പോൾ 3 0 ഉള്ള ഒരു സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1000 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ എന്താവും ഇവിടെ 31 ആവും, താഴെ 31 ആവും. അപ്പോൾ ആ 31ഉം ഈ 31ഉം ക്യാൻസൽ ആക്കി കളയാം. അപ്പോൾ ആകെയുള്ളത് 1000. അപ്പോൾ 1000 റുപ്പീസാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്.